നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് AICC അംഗം അനിൽ അക്കര. മുഖ്യമന്ത്രിയുടെ മകനെയും കേസിലെ 4ാം പ്രതിയായ ഈജിപ്ഷ്യൻ പൗരനെയും ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. EDക്ക് പരാതി മെയിൽ ചെയ്തതായി അനിൽ അക്കര. കേരള കലാമണ്ഡലത്തിൽ കുട്ടികൾക്ക് അവധിക്കാല ആസ്വാദന ക്ലാസ് ആരംഭിക്കണമെന്ന ആവശ്യമുന്നയിച്ച ബാലസംഘം ഏരിയ കൺവെൻഷൻ ചെറുതുരുത്തിയിൽ. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ അന്വേഷണം മന്ദഗതിയിലെന്ന് AICC അംഗം അനിൽ അക്കര. കേസിൽ മുഖ്യമന്ത്രിയുടെ മകനെയും 4ാം പ്രതിയായ ഈജിപ്ഷ്യൻ പൗരനെയും ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് അനിൽ അക്കര EDക്ക് പരാതി നൽകി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ, കേസിലെ 4ാം പ്രതി ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദ് എന്നിവരെ അടിയന്തരമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് നിയമപരമായി പ്രതികൾക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടാണ് AICC അംഗം അനിൽ അക്കര എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്കും അഡീഷണൽ ഡയറക്ടർക്കും കേന്ദ്ര ധനകാര്യ വകുപ്പ് റവന്യൂ വിഭാഗം സെക്രട്ടറിക്കും ഇമെയിൽ അയച്ചത്. കേസിലെ പ്രതികളുടെ മൊഴിയനുസരിച്ച് പ്രതിസ്ഥാനത്ത് വരേണ്ട വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ നോട്ടീസ് നൽകിയിട്ടും ഇയാൾ ഹാജരായിട്ടില്ല. 2023 ഫെബ്രുവരി 14 വിവേകിനൊപ്പം നോട്ടീസ് നൽകി ഹാജരായ M ശിവശങ്കരൻ IAS ഈ കേസിൽ 1ാം പ്രതിയും 1 വർഷം റിമാൻഡിലാകുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ലൈഫ് മിഷൻ നടത്തിയ തട്ടിപ്പിൽ പങ്കാളികളായ വിവേക് കിരൺ, ഖാലിദ് എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാത്തതുമൂലം കേസിൻ്റെ വിചാരണ നീണ്ടുപോവുകയാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കേസ് അട്ടിമറിക്കാൻ സാധ്യതയുള്ളതിനാൽ ഉടൻ നടപടി വേണമെന്നാണ് അനിൽ അക്കരയുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള കലാമണ്ഡലത്തിൽ കുട്ടികൾക്ക് അവധിക്കാല ആസ്വാദന ക്ലാസുകൾ ആരംഭിക്കണമെന്ന് ബാലസംഘം വള്ളത്തോൾ നഗർ ഏരിയ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് പ്രവീഷ പ്രമോദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അംഗീകാരമുള്ള കുട്ടികളുടെ സംഘടനയായിക്കൊണ്ട് നമ്മുടെ സംഘടനയ്ക്ക് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്നതാണ്. പുതിയ കാലഘട്ടത്തിനകത്ത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണോ ഉള്ളത്, എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉള്ളത്, അതെല്ലാം തന്നെ അഡ്രസ് ചെയ്ത് പോകാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്കറിയാം, നമ്മുടെ ശാസ്ത്രവും ചരിത്രവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ ശാസ്ത്രത്തെ വളച്ചൊടിക്കാൻ വേണ്ടി, ചരിത്രത്തെ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാലത്തിനകത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മളായി മാറിയത്, ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള നമ്മുടെ ജീവിതം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, നവോത്ഥാന ചരിത്രം ഉൾപ്പെടെ കൂട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും തന്നെ ഇതുപോലെ കൂടിയിരിക്കാനോ സംസാരിക്കാനോ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നെന്നോ. ഏരിയ പ്രസിഡന്റ് ആശ്രയ ബിനുലാൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി അഭിനവ് ദാസ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് KV ബാബു സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഏരിയ കൺവീനർ ഹക്കീം ആറ്റൂർ, കോർഡിനേറ്റർ രാധിക മോഹൻദാസ്, അനിൽ ജയസൂര്യ, MN അൻവർ, അർച്ചന ശശി, ഏഞ്ചൽ മരിയ, CPM വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, P ഉണ്ണികൃഷ്ണൻ, CPIM മുള്ളൂർക്കര ലോക്കൽ സെക്രട്ടറി MH അബ്ദുൽ സലാം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ നഗരസഭ CDSന്റെ സഹകരണത്തോടെ മുണ്ടായ സൗത്ത് ADSന്റെ ആഭിമുഖ്യത്തിൽ ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമും അയൽക്കൂട്ട സ്നേഹസംഗമവും സംഘടിപ്പിച്ചു. മുണ്ടമുഖ ALP സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വികസനം എന്ന് പറയുന്നത് ലോകത്തെ സാഹചര്യങ്ങളെ, സംഭവങ്ങളെ വിലയിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമ്പോഴാണ് ഒരു ഭരണാധികാരി എങ്ങനെയാണ് ഈ കേരളത്തെ നയിക്കേണ്ടത് എന്ന ചിന്ത വരും. നിങ്ങൾ നോക്കൂ, ഇവിടെ 62 ലക്ഷം കുടുംബങ്ങൾക്ക് 1500 രൂപ പെൻഷൻ നൽകി. ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടുകൂടി പറയാണ്, ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും 1500 രൂപ പെൻഷൻ കൊടുക്കുന്നു സംസ്ഥാനത്തോ ഇല്ല. 62 ലക്ഷം പേർക്ക് 841 കോടി രൂപയാണ് ഒരു മാസം കേരളത്തിന്റെ ഖജനാവിൽ നിന്ന്. ADS ചെയർപേഴ്സൺ K ശ്രീവിദ്യ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ മായ സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ P ജിഷ, CDS ചെയർപേഴ്സൺ VC സിന്ധു, മുൻ വാർഡ് കൗൺസിലർ T മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു. ചലനം മെന്റർ V മിനി അയൽക്കൂട്ട അംഗങ്ങൾക്ക് ക്ലാസ് എടുത്തു. ഹരിതകർമ്മസേന അംഗങ്ങളെയും നഗരസഭയുടെ വിവിധ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് ചെയർമാൻ MK ജയപ്രകാശിനെയും ഉപഹാരം നൽകി ആദരിച്ചു. രമ്യ ബാബു നന്ദി പറഞ്ഞു. അയൽക്കൂട്ട അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളുമുണ്ടായി. മുണ്ടായ സാരംഗി ട്രൂപ്പിൻ്റെ തിരുവാതിരക്കളി ശ്രദ്ധേയമായി.
ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാങ്കുറിശ്ശി ആർട്സ് ഓഫ് ലിവിംഗ് മാങ്കുറിശ്ശി സബ് സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹാരുദ്രപൂജയും അനുഗ്രഹോത്സവവും മഹാസംഗമവും ഭക്തിസാന്ദ്രമായി. അഭിലാഷ് പാറമേൽപ്പടി മായന്നൂരിന്റെ സോപാന സംഗീതത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. സാംസ്കാരിക സമ്മേളനവും നടന്നു. മാങ്കുറിശ്ശി ഭഗവതി ക്ഷേത്രം ഹാളിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ബാംഗ്ലൂർ ആശ്രമത്തിലെ സംപൂജ്യ സ്വാമിജി സ്വരൂപ്ജി ഉദ്ഘാടനം ചെയ്തു. ടീച്ചർ കോർഡിനേറ്റർ ശ്യാമളദാസ് അധ്യക്ഷത വഹിച്ചു. മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ഗോകുൽദാസ് വിശിഷ്ടാതിഥിയായി. ഇന്റർനാഷണൽ ടീച്ചർ ശശികുമാർ പൊള്ളക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. സീനിയർ ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചർ ജയപ്രകാശ്, ക്ഷേത്രം മുൻ മേൽശാന്തി പരമേശ്വരൻ, വാർഡംഗം അനുശ്രീ, കെ ജെ ഗോകുൽദാസ്, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ രഘുനാഥ്, പ്രോഗ്രാം കോർഡിനേറ്റർ സ്വാമി കിഷോർ മങ്കര എന്നിവർ സംസാരിച്ചു. സാരമായ വാക്കെന്ന് പറയുന്നത് പൂർണ്ണതയാണ്. പൂർണ്ണതയിൽ ജനിക്കുന്നതാണ് പൂജ. ഇപ്പൊ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ നമുക്ക് പൂർണ്ണത നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയുണ്ട് ജീവിതം എന്നൊക്കെ ചോദിച്ചാൽ പൂർണ്ണമാണെന്ന് 100% പറയാൻ പറ്റുമോ? ഇവിടെ എവിടെയൊക്കെ എന്തൊക്കെയോ അല്ലേ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ട്. അപ്പൊ എങ്ങനെ പൂർണ്ണത അനുഭവിക്കാൻ കൊണ്ടുവരാൻ അതിനുള്ളൊരു മഹത്തായ പദ്ധതിയാണ് അനാദികാലം തൊട്ടേയുള്ള വേദകാലം തൊട്ടേ നടന്നു വരുന്ന രുദ്രപൂജ പദ്ധതി. ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചർ കെ കെ വിശ്വനാഥൻ സ്വാഗതവും എം വി രമേശ് നന്ദിയും പറഞ്ഞു. ഭജൻ സന്ധ്യയുമുണ്ടായിരുന്നു. മാങ്കുറിശ്ശിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സ്വാമിജിയെ സ്വീകരിച്ചാനയിച്ചത്. അഭിലാഷ് പറമേൽപ്പടി മായന്നൂരിന്റെ സോപാന സംഗീതത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. വാണികുളം TRK ഹൈസ്കൂൾ 1979-80 SSLC ബാച്ചിന്റെ മൂന്നാമത് കുടുംബസംഗമം മഞ്ചേരിയിൽ നടന്നു. കലാമണ്ഡലം രമ സംഗമം ഉദ്ഘാടനം ചെയ്തു. മനശ്ശേരി വാട്ടർ ഫൗണ്ടൻ കിഡ്സ് പാർക്കിൽ ഞായറാഴ്ചയായിരുന്നു കുടുംബസംഗമം. സ്നേഹച്ചപ്പ എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം കലാമണ്ഡലം രമാദേവി ഉദ്ഘാടനം ചെയ്തു. രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. AK രാമചന്ദ്രൻ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്നേഹാദരം, തിരുവാതിരക്കളി, മറ്റ് വിവിധ കലാപരിപാടികൾ, പുലാച്ചിത്ര, നിറവ്, നാട്ടരങ്ങിൻ്റെ നാടൻപാട്ട് എന്നിവയുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ നഗരസഭയുടെ സുപ്രധാന പദ്ധതിയായ ഭാരതപ്പുഴ പുനരുജ്ജീവന സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്താൻ നഗരസഭാ അധികാരികൾ സ്ഥലം സന്ദർശിച്ചു. 20 കോടിയുടെ പദ്ധതിയിൽ ആദ്യഘട്ടം 5 കോടി രൂപ ചിലവിൽ പ്രവൃത്തികൾ പൂർത്തീകരിക്കും. ഷൊർണൂർ നഗരസഭയിലെ 2024-25 സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫണ്ട് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തയ്യാറാക്കിയിട്ടുള്ള നിള റിവർ ഫ്രണ്ട് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിലാണ് ഷൊർണൂരിൽ ഭാരതപ്പുഴ പുനരുജ്ജീവന സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്താൻ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉൾപ്പെടെയുള്ള അധികൃതർ സ്ഥലം സന്ദർശിച്ചിരുന്നു.
ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണ ചുമതല. ആകെ പദ്ധതിക്കായി 20 കോടി രൂപയാണ്. ഇതിലെ ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തികൾക്കായി 5 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ പ്രവൃത്തികളാണ് നടന്നുവരുന്നത്. കൊച്ചിൻ റെയിൽവേ പാലം വരെ പുതിയ ടെക്നോളജിക്കനുസരിച്ചുള്ള മതിലുകൾ ഇതിൻ്റെ ഭാഗമായി നിർമ്മിക്കും. വേഗത്തിൽ ആദ്യഘട്ട പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് ചെയർമാൻ MK ജയപ്രകാശ് STVയോട് പറഞ്ഞു. ഷൊർണൂരിന്റെ മുഖച്ഛായ മാറ്റുന്ന തരത്തിൽ ടൂറിസം സാധ്യത കൂടിയുള്ള പദ്ധതിയാണിതെന്നും ചെയർമാൻ പറഞ്ഞു. വളരെ വേഗത്തിൽ 5 കോടി രൂപയുടെ പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമാണ്. പുതിയ ടെക്നോളജി അനുസരിച്ചുള്ള ഗാബിയോൺ മതിലുകളാണ് ഭാരതപ്പുഴ തീരത്ത് കൊച്ചിൻ റെയിൽവേ ബ്രിഡ്ജ് വരെ ആദ്യഘട്ട നിർമ്മാണം ഇപ്പോൾ നടക്കുന്നത്. ഇത് ഷൊർണൂരിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു ടൂറിസം സാധ്യതയ്ക്ക് വഴി തെളിയിക്കുന്ന വഴി തുറക്കുന്ന ഒരു പുതിയ പദ്ധതി കൂടിയാണ് ഇതോടുകൂടി നഗരസഭയിൽ യാഥാർത്ഥ്യമായത്. ഇതോട് അനുബന്ധിച്ചുകൊണ്ടാണ് 50 ലക്ഷം രൂപ വകയിരുത്തി കുട്ടികളുടെ പാർക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനവും ഇവിടെ തന്നെ ഈ തൊട്ടടുത്ത ദിവസം മുതൽ ആരംഭിക്കുകയാണ്. ഇത് ഷൊർണൂർ നഗരസഭയിലെ ഷൊർണൂർ നിവാസികളുടെ വളരെ കാലത്തെ ആവശ്യങ്ങളാണ് ഇതുവഴി നഗരസഭയ്ക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിച്ചത്. പ്രവൃത്തികളുടെ ഭാഗമായി പുഴയിൽ തന്നെ കൂട്ടിയിട്ട മണൽ നീക്കം ചെയ്യാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. ഇതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായെന്നും തുലാം മഴയ്ക്ക് ശേഷം ഇവ നീക്കം ചെയ്യുമെന്നും ചെയർമാൻ പറഞ്ഞു. ഭാരതപ്പുഴ തടയണയിൽ നിന്നും മണൽ അടിഞ്ഞുകൂടിയത് നീക്കം ചെയ്യാനുള്ള ടെൻഡർ നടപടി പൂർത്തിയായി ഇറിഗേഷൻ ലെവൽസ് എടുത്ത് കൊടുത്തു കഴിഞ്ഞു. മിക്കവാറും നമുക്ക് ഈ തുലാമഴ കഴിഞ്ഞാൽ ഉടനെ ഇതിനൊക്കെ തടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ നീക്കം ചെയ്യാനുള്ള പ്രവൃത്തിയും ഉടനെ ആരംഭിക്കും. അത് കരാറെടുത്ത കമ്പനി അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. തുലാം മഴ പൂർത്തിയായി കഴിഞ്ഞാൽ മഴ തീർന്നു കഴിഞ്ഞാൽ ഉടനെ ആ പദ്ധതി കൂടി നമ്മൾ യാഥാർത്ഥ്യമാകും. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂരിൽ ഭിന്നശേഷി കലാമേള മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. വിവിധ മത്സരങ്ങളിൽ 100ഓളം പേർ പങ്കെടുത്തു. മോട്ടിവേഷൻ സ്പീക്കറായ ഗണേഷ് കൈലാസ് ഭിന്നശേഷി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് നടന്ന സമാപന ചടങ്ങിൽ സമ്മാനദാനവും ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് AICC അംഗം അനിൽ അക്കര. മുഖ്യമന്ത്രിയുടെ മകനെയും കേസിലെ 4ാം പ്രതിയായ ഈജിപ്ഷ്യൻ പൗരനെയും ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. EDക്ക് പരാതി മെയിൽ ചെയ്തതായി അനിൽ അക്കര. കേരള കലാമണ്ഡലത്തിൽ കുട്ടികൾക്ക് അവധിക്കാല ആസ്വാദന ക്ലാസ് ആരംഭിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ബാലസംഘം ഏരിയ കൺവെൻഷൻ ചെറുതുരുത്തിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.